ഹായ് എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ പുസ്തകത്തിലെ പുതിയ ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മറ്റൊരു വീഡിയോയിൽ മറ്റു കുറേ ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം കേട്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ഈ ചോദ്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്നത്തെ വീഡിയോയിലെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തൊരു കാണുക, അവിടെയാണ് കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന നോക്കുക, പ്രിയ പെയ്ഡ് 1100 1100 രൂപ. എന്തൊക്കെ മേടിച്ചു? പ്രിയ 1100 രൂപയ്ക്ക് ഒരു ബാഗും ഒരു ഷൂസും മേടിച്ചു. ഇപ്പോൾ ഒരു ബാഗും ഒരു ഷൂസും മേടിച്ചു. രണ്ടെണ്ണം കാണുമല്ലോ ഷൂസ് എന്ന് പറയുമ്പോൾ. ഓക്കെയാണ്. ഇനി മെയിൻ കണ്ടീഷൻ നിങ്ങൾ വായിക്കണം. എ ബാഗ് കോസ്റ്റ് കണ്ടല്ലേ, ബാഗ് കോസ്റ്റ് 300 മോർ ദാൻ ദ ഷൂ. അതാണ് മെയിൻ കണ്ടീഷൻ. ഷൂവിനെയും കാട്ടിയും എന്തായാലും ബാഗിന് വില കൂടുതലായിരിക്കും. നമ്മളൊരു ഐഡിയയിൽ പറയുമ്പോൾ എത്ര രൂപ കൂടുതലാണ്? 300 രൂപ കൂടുതലാണ് കേട്ടല്ലോ. അപ്പോൾ ഷൂവിനെയും കാട്ടിയും ബാഗിന് 300 രൂപ കൂടുതലാണെങ്കിൽ ഷൂവിൻ്റെ വില എത്ര, ബാഗിൻ്റെ വില എത്ര? അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ എന്തിൻ്റെയൊക്കെ വില ഇല്ല? ബാഗിൻ്റെയും വിലയില്ല, ഷൂവിൻ്റെ വിലയില്ല. ഈ രണ്ടിൻ്റെ വില ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. രണ്ടും കൂടെ ചേർത്താൽ 1100 തന്നിട്ടുണ്ട്. അതോടൊപ്പം 300 രൂപ കൂടുതലാണ് ബാഗിന്, അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? പ്രൈസ് ഓഫ് ഷൂസ് എന്ന് എടുക്കുന്നത്. ഷൂസിൻ്റെ വിലയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഷൂസിൻ്റെ വില എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുന്നു. അതല്ല ഇപ്പം വില കുറവ്, ബാഗിനെ വെച്ച് നോക്കും വില കുറവ് ഷൂസിന്. ഇനി അടുത്തെടുക്കുന്നു പ്രൈസ് ഓഫ് കൂടെയുള്ള എന്തുവാ? ബാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൂസിൻ്റെ വിലയുടെ കൂടെ എത്രയും കൂടെ കൂട്ടണം മക്കളെ? 300. അതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്, x+300. ഷൂവിൻ്റെ വിലയും കാട്ടി 300 കൂടുതലാണ്. നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. കണ്ടല്ലോ. അപ്പോൾ ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. therefore x+300. ഈ എഴുത്താണ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത് കേട്ടല്ലോ. ഈ രണ്ട് കണ്ടീഷൻ എങ്ങനെ എഴുതിയെന്ന് ഇനി ആരോടും ചോദിക്കരുത്. ഷൂസിൻ്റെ വില കുറവായതുകൊണ്ട് ഞാൻ അവിടെ എക്സ് എന്ന് വിളിച്ചു. ഇനി നമുക്കറിയാം ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ഷൂസിൻ്റെ വിലയുടെ കൂടെ 300 കൂട്ടുന്നതാണ്. ഓക്കെ. ഇനി എന്താണ് മക്കളെ 1100? ബാഗിൻ്റെയും ഷൂസിൻ്റെയും വില കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 1100. അതുകൊണ്ട് നമുക്ക് അടുത്ത വരിയിൽ എഴുതാം, എക്സ് എന്ന് പറയുന്ന ഷൂവിൻ്റെ വിലയും x+300 എന്ന് പറയുന്ന ബാഗിൻ്റെ വിലയും കൂടെ കൂട്ടിയാൽ എത്രയാവും? 1100. സെറ്റാണ്. ഇത് എത്ര എക്സാ മക്കളെ? 1x. മറ്റതും എത്ര എക്സാ മക്കളെ? 1x. 1xും 1x കൂടെ കൂട്ടിയാൽ എത്ര? പറ. 1xും 1x കൂടെ കൂട്ടിയാൽ എത്ര? 2x. എത്ര? 2x. അപ്പൊ 2x+300 സമം എന്തെന്ന് വരും മക്കളെ? 1100. 1100. ഓക്കെയാണ്. ഇത്ര എഴുതാൻ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ വരി തന്നെ ഇങ്ങോട്ട് എഴുതുന്നു. 2x+300 എന്ന് പറയുന്നത് എന്താണ്? 1100. ഓക്കെ, സെറ്റാണ്. ഇത്രയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്ര എഴുതി നിങ്ങൾക്ക് മനസ്സിലായാലും 2x+300 = 1100. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? നമുക്കറിയാം ഈ കൂട്ടിയ 300 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ നോക്കിയോ, 2x = 1100 കുറയ്ക്കണം എന്ത്? 300. കണ്ടല്ലേ, ഈ 300 ഇപ്പുറത്ത് വന്നപ്പോൾ എന്തായി? കുറയ്ക്കണം 300 ആയി. അപ്പോൾ 2x = എത്ര വരും? 1100 300 കുറച്ച് എത്ര? 800. ഇനി x = എന്ത് സംഭവിക്കും മക്കളെ? ഈ ഇൻറ്റു ചെയ്ത 2 അപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഭാഗമാവും. 800 ഭാഗം 2 വരും. മീൻസ് x = 400 എന്ന് കിട്ടും. x 400 ആണ്. എന്തോ മക്കളെ x? ഈ x എന്ന് നമ്മൾ വിളിച്ചത് ഇവിടെയാണ്. ഷൂവിൻ്റെ വില 400. അങ്ങനെയാണെങ്കിൽ 400ൻ്റെ കൂടെ നോക്ക്, 400ൻ്റെ കൂടെ 300 കൂട്ടിയാൽ മതി. 400 300 കൂട്ടിയ 700 ആണ് ബാഗിൻ്റെ വില. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയല്ലോ. അപ്പോൾ ഷൂവിൻ്റെ വില 400, ബാഗിൻ്റെ വില 700. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മളിതാ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ വീഡിയോയിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്?
വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകളെ കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ദ സം ഓഫ് ടു നമ്പർ, ഏതോ രണ്ട് സംഖ്യ, നമുക്കറിയില്ല ഏതാ സംഖ്യ എന്ന് പറഞ്ഞാൽ. രണ്ട് സംഖ്യകളുടെ തുക 26. സംഖ്യകളെ നമുക്കറിയാമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കും, നമ്മൾ സങ്കല്പിക്കുകയാണ്, ലെറ്റ് ദ നമ്പേഴ്സ് ബി. നമ്മൾ എന്തെടുക്കുന്നു? ആ നമ്പേഴ്സ്, ആ സംഖ്യകളെ ലെറ്റ് ദ നമ്പേഴ്സ് ബി എന്തെടുക്കുന്നു? എക്സ് കോമ വൈ. നമുക്ക് അറിഞ്ഞുകൂടാ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ സംഖ്യകളെ എന്തെന്ന് വിളിക്കുന്നത്? എക്സും വൈയും എന്ന്. എന്നിട്ട് എന്ത് വന്നത്? സം ഓഫ് ടു നമ്പേഴ്സ്. ഈ രണ്ട് സംഖ്യയും കൂടെ കൂട്ടിയാൽ മീൻസ് എക്സും വൈയും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 26. കണ്ടല്ലോ, രണ്ട് സംഖ്യകളുടെ തുക 26, എക്സും വൈയും കൂടെ കൂട്ടിയാൽ എത്ര? 26 നമുക്കറിയാം. എന്നിട്ട് അവരുടെ വ്യത്യാസം, ഈ രണ്ട് സംഖ്യയും കൂടെ കുറച്ചാൽ എത്രയാണ്? 4. അതെവിടെ കിടക്കുന്നു? ദ ഡിഫറൻസ് ഈസ് 4. കുറച്ചാൽ 4, വ്യത്യാസം 4 ആണ്. കൂട്ടിയാൽ 26, കുറച്ചാൽ 4. അപ്പൊ അതേ സംഖ്യ, ആ സംഖ്യ കൂട്ടിയാൽ 26, ആ സംഖ്യ തമ്മിൽ കുറച്ചാൽ എത്ര? 4. അങ്ങനെയാണെങ്കിൽ പറ, ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും. ഞാൻ പഠിപ്പിച്ചതാ, കഴിഞ്ഞൊരു വീഡിയോയിൽ പഠിപ്പിച്ച ഹൗ ടു സോൾവ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കുറേ പേര് ആ വീഡിയോ കാണാതിരിപ്പുണ്ട്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ വന്നാൽ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കണമെന്ന് ആ വീഡിയോ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാണാത്തവർ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഇക്വേഷനാണ്, ഇക്വേഷൻ നമ്പർ 1. ഇതൊരു ഇക്വേഷനാണ്. ഈ രണ്ട് സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് സമവാക്യങ്ങൾ ഒന്നെങ്കിൽ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. ആ കൺസിഡറേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ് ഇതാണ്. ഇവിടെയും വൈ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്. ഈ വൈ പോസിറ്റീവ് വൈയും ഇത് നെഗറ്റീവ് വൈയും ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സമവാക്യം കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടുന്ന സമയത്ത് ഈ വൈയും കൂടെ എന്തായി മാറും? 0 ആയി പോകും എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ആ വീഡിയോ കാണാത്തവർ കാണുക. കൂട്ടുന്ന സമയത്ത് എവിടെയാണ് ആദ്യം കൂട്ടേണ്ടത്? സമത്തിന്റെ വലത്തെ സൈഡ് കൂട്ടണം. മീൻസ് 26 4 കൂട്ടണം. 26 4 കൂട്ടി എത്ര കിട്ടും മക്കളെ? 30 സമം എന്ത് സംഭവിക്കും? കൂട്ടുന്ന സമയത്ത് ഈ പ്ലസ് വൈയും മൈനസ് വൈയും എന്ത് ചെയ്യും? വെട്ടിപ്പോകും. എന്തുകൊണ്ടാ? വൈ മൈനസ് വൈ എന്ന് സംഭവിക്കും. അതുകൊണ്ട് ഉത്തരം 0 ആകും. അതുകൊണ്ട് പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി പോയി. ഇനി പറ, ഇതെത്ര എക്സ്? 1x. ഇതെത്ര എക്സ്? 1x കൂടെ എത്ര? 2x. 2x സമം 30. അവിടെ നിന്ന് എക്സ് പറ. എക്സ് സമം 30/2 എന്ന് വരും. നോക്ക്, ഈ രണ്ട് ഇവിടെ ഗുണിച്ചേക്ക്. ഗുണിച്ച സംഖ്യ അപ്പുറത്ത് പോകുമ്പോൾ എന്തോ ഭാഗമാകും. അവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 15. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറ മക്കളെ, ഇങ്ങോട്ടേക്ക് തന്നെ എഴുതുന്നു. എക്സ് പ്ലസ് വൈ എത്രയാണ്? 26. എക്സ് 15 ആണ്. അപ്പൊ 15 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26 ആണ്. അങ്ങനെയാണെങ്കിൽ പറ, വൈ സമം എത്ര? 26 മൈനസ് 15 ആണ്. അവിടെ നിന്ന് വൈ ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ സംഖ്യ പറ. വൈ എത്ര? 11. എക്സ് എത്ര? 15. ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ സോൾവ് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പുതിയ പാഠത്തിന്റെ വീഡിയോസ് ന്യൂജൻ മാത്ത് എന്ന ചാനലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. വാ മക്കളെ, കാണുകയും. ഓക്കെ, ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റിലെ അടുത്ത ചോദ്യം ഇതാണ്. എന്താണ് ചോദ്യം എന്ന് നോക്കും മക്കളെ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. എന്തുണ്ട്? നമ്മുടെ കഥയിൽ പുതിയൊരാൾ വരുന്നു. റെക്റ്റാങ്കിൾ. എന്തുണ്ട്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിൾ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. എന്തോ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ അതിന്റെ ചുറ്റുമുള്ള അളവുകളെല്ലാം കൂടെ കൂട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് പെരിമീറ്റർ. ഓക്കെയാണ്. ചുറ്റുമുള്ള അളവുകൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സമവാക്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. ചുറ്റുമുള്ള കൂട്ടുന്നത്. അല്ലെങ്കിൽ ഇതും കൂടെ പഠിച്ചു വെച്ചോ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് നീളമാണെങ്കിൽ ഇത് വീതിയാണ്. കണ്ടല്ലേ? അപ്പൊ ഈ ചതുരത്തിന്റെ ഇത് നീളമാണെങ്കിൽ ഇത് വീതിയാണെങ്കിൽ 2 ഗുണിതം നീളവും വീതിയും കൂടെ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്ന റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ്. അപ്പൊ റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാമല്ലോ. അപ്പൊ റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇങ്ങനൊരു സമവാക്യം പഠിക്കണം. ഓർത്തു വെച്ചിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചുറ്റുമുള്ള അളവുകൾ എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും മക്കളെ? 40. അപ്പം പറയാ ഈ പോയിന്റ് നോക്ക്. ചുറ്റളവ് എത്രയാണ്? 40. പെരിമീറ്റർ എത്രയാണ്? 40 തന്നിട്ടുണ്ട്. ഇനി എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്? 1 സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ. ഒരു സൈഡ് എന്ന് പറയുന്നത് എത്ര കൂടുതലാണ്? 8
കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിനെ ഏതാണ്ട് ഈ സൈഡ്, ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ സൈഡിനെ എക്സ് എന്ന് വിളിച്ചാൽ കേട്ടല്ലോ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ സൈഡിനെ എക്സ് എന്ന് വിളിച്ചാൽ ബി അങ്ങ് ഞാൻ മായ്ച്ചളയാൻ പോവാന്നേ, ബിയും എല്ലും മായ്ക്കുവാണേ. ഇനി നിങ്ങൾക്ക് അറിയേണ്ട മാത്രമേ ഞാൻ എഴുതത്തുള്ളൂ. ഞാൻ ഈ സൈഡിനെ എക്സ് എന്ന് വിളിച്ച ചെറിയ സൈഡിനെ എനിക്ക് അറിഞ്ഞുകൂടല്ല അളവ് എത്രയാണ്, അതുകൊണ്ട് ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര കൂടുതലായിരിക്കും? 8 കൂടുതലായിരിക്കും എന്നറിയാം. എന്ന് പറയുമ്പോൾ ഈ സൈഡ് എത്ര? x+8 ആണ്. ഓക്കെ, സെറ്റാണ്. എന്ന് പറയുമ്പോൾ സമവാക്യത്തിൽ കൊടുക്കുമ്പോൾ എൽ എത്ര, ലെങ്ത് എത്ര, നീളം എത്ര? x+8. ബ്രെഡ്ത്ത് എത്ര? എക്സ്. ഓക്കെ, സെറ്റാണ്. പെരിമീറ്റർ എത്ര? പെരിമീറ്റർ എത്ര? 40. എന്ന് പറയുമ്പോൾ ഈ സമവാക്യത്തിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയാം, 40 സമം പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. ഈ ചോദ്യത്തിലെ പെരിമീറ്റർ എത്ര? 40. ചുറ്റളവ് എത്ര? 40. അപ്പൊ ഇവിടെ 40 എന്ന് കൊടുക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പറ ഈ ലെങ്ത് എത്ര? ലെങ്ത് എത്ര? x+8. ലെങ്ത് എത്ര? x+8. അപ്പൊ x+8 പ്ലസ് പറ ബ്രെഡ്ത്ത് എത്ര? ബ്രെഡ്ത്ത് എത്ര? വീതി എത്ര? എക്സ്. അപ്പൊ പ്ലസ് എക്സ് ചെയ്യണം. ഓക്കെ ആണ്. ഇതിനെ തിരിച്ചെഴുതി ചെയ്യുവാണ്, കുഴപ്പമില്ലല്ലോ. അതാ ഇതിന്റെ ഉത്തരം പറ. എക്സും കൂടെ കൂട്ടി എത്ര? ഇത് ഒരെക്സ്, ഇത് ഒരെക്സ് കൂട്ടി എത്ര? 2x. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ ഇതിനെ തിരിച്ചെഴുതുവാണ്, ഇപ്പുറത്തോട്ട് എഴുതാം. 2 ഇൻറ്റു x+8 പ്ലസ് എക്സ് സമം 40. ഓക്കെ, സെറ്റാണ്. ഈ എഴുതിയേക്കുന്നത് തന്നെയാണ് ഞാൻ എഴുതിയത്, തിരിച്ചൊന്ന് എഴുതി. ഇനി ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ പറയുന്നു, ഈ ഗുണിച്ച 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. ഗുണിച്ച 2നെ ഈ ഗുണിക്കുമല്ലേ ഈ രണ്ട് അങ്ങ് എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? x+8 പ്ലസ് എക്സ് സമം 40/2 എന്നാവത്തില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറ ഇത് ഒരെക്സ് മീൻസ് എത്ര എക്സ് വരും? 2x. 2x പ്ലസ് 8 സമം എത്ര വരും? 20. സംശയമെല്ലാം ഉണ്ടോ? അത് ഒരെക്സോടെ കൂട്ടി എത്ര? 2x. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ +8 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -8 ആവും. അപ്പൊ 2x സമം 20 - 8 അല്ലെങ്കിൽ 2x സമം 12. അവിടെ നിന്ന് x സമം എത്ര വരും? 12/2 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു എത്ര വരും? 6. x എത്ര കിട്ടി മക്കളെ? x എന്ന് പറയുന്നത് 6 ആണ്. എന്താണ് മക്കളെ x എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? വീതി. കണ്ടോ, 6 സെന്റിമീറ്റർ വീതി കിട്ടിക്കഴിഞ്ഞാൽ ഈ സെന്റിമീറ്റർ എത്ര? 6+8 എന്ന് പറയുമ്പോൾ എത്ര? 14 ആണ് വീതി. ഓക്കെയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഈ പാഠം നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഓടി വരണം കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.